ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചേന ഫ്രൈ ആണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ പലരും ഇത് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ഞാൻ പറയുന്ന രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ. അപ്പോൾ നമുക്കെങ്ങനെ ചേന ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ സെലക്ട് ചെയ്യാനും മറക്കരുതേ. ചേന ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചതാണ്. മാരിനേഷന് വേണ്ടി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കോൺഫ്ലവറും അരിപ്പൊടിയും, കുറച്ച് കറിവേപ്പില, കായത്തിൻ്റെ പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയാണ് നമുക്ക് മാരിനേഷന് വേണ്ടത്. ഇനി നമുക്ക് ചേന നന്നായിട്ട് കഴുകിയെടുക്കുക. ഇതേപോലെ നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാൻ മസാല പൗഡർ എല്ലാം അളന്നിട്ടുള്ളത് ഇതേപോലത്തെ ഒരു സ്പൂണിലാണ്. അങ്ങനത്തെ സ്പൂണിൽ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലവർ പൗഡർ, 1 ടീസ്പൂൺ അരിപ്പൊടി, പിന്നെ ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൗഡർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഈ മിക്സിലോട്ട് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ച് ഒരു 15 മിനിറ്റ് മസാല എല്ലാം പിടിച്ചു വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചേന വറുത്തെടുക്കാം. ഈ റെസിപ്പിക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മുഴുവനായിട്ടും ഒറ്റ ട്രിപ്പിന് വറുത്തെടുക്കണമെന്നില്ല, നമുക്ക് 2 പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാം. നല്ലതുപോലെ വെളിച്ചെണ്ണയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ. ആദ്യം നമ്മൾ നല്ലതുപോലെ വെളിച്ചെണ്ണയിൽ ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കണം. അതേപോലെ ചേന കഴിക്കുമ്പോൾ ചിലവർക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാവലുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേന കട്ട് ചെയ്തതിന് ശേഷം മഞ്ഞളിട്ട വെള്ളത്തിൽ 10 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം അത് കഴുകിയെടുത്തത്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു മാക്സിമം 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്, പക്ഷേ ഇതിൽ കുറച്ചും കൂടിയും വെള്ളത്തിൻ്റെ അംശമുണ്ട്. അതൊന്ന് മാറാനായിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇപ്പം നമ്മുടെ ചേനയുടെ ജലാംശമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കിയിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. നല്ല മുരുമുരായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ചേന വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് സെർവ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു രീതി. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഡെലീഷ്യസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നല്ല റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ എനേബിൾ ചെയ്യാനും തൊട്ടടുത്ത ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ.